ഡോക്ടർ മേരി ജോർജ് 2025 അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കും എന്ന ലക്ഷ്യം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ്? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അതായത് ഇലക്ഷൻ ജയിക്കാനുള്ള പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ്, ആ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടി അതിലെ സാമ്പത്തിക ശാസ്ത്ര വസ്തുതകളെ, സത്യങ്ങളെ വളച്ചൊടിച്ചിരിക്കുകയാണ്. അതായത് അതിദരിദ്രർ ഇല്ല, ഇതൊരു യുഗ ആരംഭമാണ്, ഒരു പുതു യുഗാരംഭം എന്നാണ് മുഖ്യമന്ത്രി 1-ാം തീയതി രാവിലെ പറഞ്ഞത്. ഇത് പ്രഖ്യാപനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞത്. അപ്പം ഈ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരുപാട് മുഖം മിനുക്കൽ പരിപാടികളുണ്ട്. ആ മുഖം മിനുക്കൽ പരിപാടികളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിദാരിദ്ര്യമില്ല എന്ന് ഡിക്ലയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന് പുറകിലുമുണ്ടൊരു ചരിത്രം. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ എന്താ പറയുക, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ, ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഗോൾസ് ആയിട്ട് ഒരു 17 ഗോൾസ് 2030 മുൻപ് നമ്മൾ നേടേണ്ട ഗോൾസ് ഉണ്ട്. ഈ ലക്ഷ്യങ്ങളെ ഉന്നം വെച്ച് ഇപ്പൊ 2025 ഇനി 5 വർഷമേ ഉള്ളൂ. അപ്പൊ എവിടം വരെ എത്തി? എല്ലാ യുണൈറ്റഡ് നേഷൻസിലെ മെമ്പർ കൺട്രീസിനോടും അവരാരായുന്ന ചോദ്യമാണ്. അപ്പൊ ഇതിനു വേണ്ടിയാണ് 2020-21 കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ സർവേ അതായത് ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് ആണ്: ഭക്ഷണം ഉണ്ടോ, ആരോഗ്യം എങ്ങനെ, വരുമാനം എങ്ങനെ, വീട് എങ്ങനെ. ഇത് 4 ഉണ്ട് എങ്കിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി എന്നാണ് യുണൈറ്റഡ് നേഷൻ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഒരു സർവേ നടത്തി. അപ്പൊ നമ്മൾ ഓർക്കണം, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആണെന്ന് ഓർക്കണം. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ മുൻപിൽ ഈ അതിദരിദ്ര ഇന്ത്യ അല്ലാതെ മുക്തി നേടുന്നു എന്നത് വരുത്തി തീർക്കാനുള്ള മുഖം മിനുക്കൽ പരിപാടി, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് കേന്ദ്രം നടത്തുന്നത്. അതുകൊണ്ടാണ് നീതി ആയോഗ് വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളും കണ്ടെത്തുന്നത്. അതിൽ അവസാനം വന്നപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അതിദരിദ്രർ കുറഞ്ഞ സംസ്ഥാനം. അതായത് 0.71% ആണ് ഇവിടുത്തെ അതിദരിദ്രരുടെ എണ്ണം എന്നാണ് 2021 കണ്ടുപിടിക്കുന്നത്. അതിന്റെ മറ വെച്ച്, അതിനെ കൂട്ടുപിടിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ 2021 ഭരണത്തിൽ വന്നപ്പോൾ ഇനി വരാനിരിക്കുന്ന 5 വർഷങ്ങൾ കൊണ്ട് ഈ 0.71 കണ്ടെത്തി അവരെ ഒന്ന് ദാരിദ്ര്യമുക്തരാക്കുകയാണെങ്കിൽ നമുക്ക് അതിദരിദ്രമുക്ത കേരളം എന്ന സൽപ്പേര് കിട്ടുമെന്ന് അന്ന് തന്നെ തീരുമാനിക്കുന്നു.